അപ്പം ടൊവിനോ നോബി, ഈ ഗപ്പിന്നൊരു മീനിൻ്റെ പേരായിട്ടാണ് എനിക്കുള്ള അറിവ്. അതെ, ഈ മീനായിട്ട് സിനിമയ്ക്കല്ലോ വന്നല്ലോ. അതായത് ഈ ഗപ്പി എന്ന് പറയുന്ന ചില നാട്ടിൽ സാരിവാലൻ എന്നൊക്കെ വിളിക്കുന്നൊരു ചെറിയ മീനുണ്ട്. കൊതുകിൻ്റെ ലാർവേനെ തിന്നിട്ട് ജീവിക്കുന്നത്. അതെ അതെ, ഇവിടെ പനവിളിനകത്തൊക്കെ പോയ ഓടകളിലൊക്കെ കിടക്കുന്നത്. അങ്ങനത്തെ ആ മീനിനെ വളർത്തി ജീവിക്കുന്ന ഒരു പയ്യൻ്റെ കഥയാണ് ഗപ്പി. അപ്പോൾ ആ പയ്യനായിട്ട് അഭിനയിക്കുന്നത് ചേതൻ ജയലല്ല, അവനാണ് ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത്. അവൻ്റെ പേര് അതല്ല, പക്ഷെ അവനെ നാട്ടുകാർ ഗപ്പിയെ വളർത്തുന്നതുകൊണ്ട് ഗപ്പി എന്നാണ് വിളിക്കുന്നത്. അതാണ് സിനിമയായിട്ടുള്ള ബന്ധം. ശരി, ഒരു പക്ഷേ രാവിലെ തൊട്ട് നിങ്ങൾ ഈ ചാനലുകൾ കയറി ഇറങ്ങി ആകപ്പാടെ പിഴിഞ്ഞ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ. എന്നാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാര്യങ്ങൾ. ഞാൻ നോബിയായിട്ട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് ഈ സിനിമയിൽ നോബിക്ക് ചെയ്യാനുള്ളത്? ഇതിനകത്ത് ഞാൻ ഓനച്ചൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു വിടിവായുത്തരം വിളിച്ച് പറയുന്ന, നാട്ടുകാർക്ക് അത്യാവശ്യ ഉപകാരമുണ്ട് എന്നാൽ ഉപദ്രവവും ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഓനച്ചൻ എന്ന് പറയുന്ന. അത് പുള്ളി ഒരു പണിയൊന്നും ചെയ്യുന്നില്ല, എന്നിട്ട് എന്നെ കാണുമ്പോൾ ഏപോലെ പണിക്ക് പോയിക്കൂടെ എന്ന്, ഇതാണ് സംഭവം. പുള്ളി പണിക്കൊന്നും പോകുന്നില്ല, പക്ഷെ പണിക്ക് പോകാത്തവരോട് പുള്ളിക്ക് ഒരു പുച്ഛമൊക്കെ ഉണ്ട്. നമ്മുടെ മേൽപ്പാലത്തിന്റെ പണി ഉടനെ ആരംഭിക്കുന്നതാണ്. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിലൊരാരോമൽ വിരന്നല്ലോ. പലപ്പോഴും ചിരിക്കേണ്ടതാണ് നോബി പലപ്പോഴും ചിരിപ്പിക്കുന്നത്. സിറ്റുവേഷനിൽ നോബി ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ചുറ്റുമുള്ളവരാണ് ചിരിക്കുന്നത് കൂടുതലാണ്. ഈ ചിരിക്കാതെ ചിരിപ്പിക്കാൻ എത്രമാത്രം എളുപ്പമാണ്? ഇപ്പം കാര്യം പണ്ട് നമ്മുടെ ജഗതി ചേട്ടനൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹ്യൂമർ. പക്ഷെ ഇപ്പം സിനിമകളിൽ ഒരു തിരിഞ്ഞു പോകുമ്പോൾ ഒരു കൗണ്ടർ മതി, അത് മതി ഇപ്പം ജനങ്ങൾക്ക് ചിരിക്കാം. കാര്യം അപ്പോൾ അതാണ് ഞാൻ ഈ ജനങ്ങൾ ഇത്രയും ചിരിക്കാനായിട്ട് റെഡി ആയിട്ടാണ് തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഒരു സാധനം മതി ജനങ്ങൾക്ക് പെട്ടെന്ന് ചിരിക്കാൻ. ഇതിൽ തന്നെ ഞാൻ സിനിമയിൽ പറഞ്ഞിട്ടില്ലാത്ത പല കൗണ്ടറുകളും ഡബ് ചെയ്തപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സാധനം കയറ്റാം എന്ന് പറഞ്ഞ് കയറ്റി അങ്ങനെ കുറേ സാധനം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ സെറ്റിലുണ്ടാകുമ്പോൾ ഈ സിനിമയ്ക്ക് നിങ്ങളെ ഏറിയും അല്ല ടെലികാസ്റ്റ് ചെയ്യുന്നതിനേക്കാളും വീറ്റ് സിനിമയുടെ പുറത്തായിരിക്കും. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിൻ്റെ വെച്ചാൽ ലൈറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ബ്രേക്കുകളും ഒക്കെ നമ്മളെല്ലാവരും കൂടെ ചുറ്റും ഇരുന്നിട്ട് ഓരോ കഥകൾ പറയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടായ കഥകൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിലുണ്ടായ കഥകൾ. ഇതുപോലെ നന്നായിട്ട് തമാശ പറയാനുള്ള അറിയാവുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഭിനയിച്ചങ്ങോട്ട് കാണിച്ചു തരും ചില കോമഡി സിറ്റുവേഷൻസ്. നമുക്ക് പരിചയമുള്ള ആൾക്കാരെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് കേൾക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പുള്ളി അതുപോലെ കുറേ പേര് സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. ഇതൊക്കെ ഫണ്ണാണ്. സമ്മാനങ്ങൾ രാജാക്കന്മാർ സ്നേഹത്താലെ രാജാതിരാജനേ എന്റെ മാർഗദീപമേ എൻ ജീവധാരയിൽ ചൈതന്യമാകണേ. നോബി ടോവിനോയുടെ മാനറിസംസ് എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടൊവിനെ ഞാൻ ടൊവിനോയുടെ കുറേ പടം കണ്ടിട്ടുണ്ട്. മൊയ്തീന്, മൺസൂൺ മാങ്കോസ്. അപ്പോൾ ടൊവിനെ ഞാൻ നേരിട്ട് പരിചയപ്പെടുന്നു. എനിക്കറിയാം, ഇഷ്ടമായിരുന്നു മൊയ്തീൻ കണ്ടപ്പോൾ. അപ്പോൾ ടൊവിനെ പറ്റി ആക്ടർ ബാല പറഞ്ഞിട്ടുണ്ട് ടൊവിനെ. അപ്പം ഞാൻ ബാല അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പുലിമുരുകൻ ഒരുമിച്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ടൊവിനെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. പിന്നെ നല്ല പയ്യനാണ്. അങ്ങനെ ഇടയ്ക്ക് ഞാനിരുന്നപ്പോൾ ഒരു ദിവസം ഫോൺ ചെയ്തു, സംസാരിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ ലൊക്കേഷനിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ടൊവിനെ വേറൊരു ഗെറ്റപ്പ്, താടിയൊക്കെ നീട്ടി വളർത്തി, താടിയൊക്കെ നീട്ടി വളർത്തി. അപ്പം അന്ന് ഞാൻ പിന്നെ കുറേ സംഭവങ്ങളെ ശ്രദ്ധിച്ചു. ടൊവിന ഭയങ്കരമായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത്, നമുക്കും ബോഡി കുറവൊന്നുമില്ല, അല്ല പുതിയ പടത്തിന് വേണ്ടിയിട്ട് ഉള്ള ഈ സെറ്റപ്പിലും കാര്യങ്ങളിലൊക്കെ. അപ്പം സത്യം ആ പടത്തിൽ നമ്മൾ ഇടയ്ക്ക് സംസാരിക്കുമെങ്കിൽ പോലും ഇതാണ് മെയിൻ ശ്രദ്ധിക്കുന്നത്, ശരീരം. അതായത് അടുത്ത സംസാരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്ന പരിപാടി ഉണ്ടോ?
ഇങ്ങനെ കണ്ണാടിയിൽ നോക്കും ബൈക്കിലൊക്കെ മറ്റേ താടി കാരണം കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പടം കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്ത എന്തോ പറഞ്ഞു. അല്ല, അതായത് ആ സിനിമയുടെ സമയത്ത് അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഷൂട്ട് കഴിഞ്ഞ് അടിച്ചു പൊളിക്കുമ്പോൾ ഞാൻ ജിമ്മിലാണ്. സിനിമയിലെ പോലെ എനിക്ക് തോന്നുന്നത് ഒരു നായകനും ഒരു വില്ലനും, നായകനും വില്ലനും ഫുൾ ഫൈറ്റാണ്, അവസാനം നമ്മൾ ജയിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ സിനിമയിൽ നിങ്ങൾ നായകനാണോ അതോ വില്ലനാണോ? ഒരുപാട് പുതിയ സംവിധായകർ വരുന്നുണ്ട്, ഒരുപാട് പുതിയ ചിത്രങ്ങൾ വരുന്നുണ്ട്, പല കൺസെപ്റ്റിലുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്, പുതിയ നടന്മാർ വരുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ പുതിയ സംവിധായകൻ്റെ ഒരു പ്രോസ്പെക്ട്സ് എന്തായിരുന്നു? സിനിമ കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? ഒരു സംവിധായകൻ്റെ ആറ്റിറ്റ്യൂഡാണ് എപ്പോഴും ആ ഒരു ക്രൂവിൻ്റെ സ്വഭാവം ആവാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഏതൊക്കെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ജോണിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചിരിച്ച മുഖമായിട്ടാണ് കാണുന്നത്. എന്ത് വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാലും ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ അടുത്ത് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് ഡേറ്റ് ഇഷ്യൂസും, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു അക്വേറിയം ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തകർന്നു വീഴുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് തകർന്നു വീഴുന്നത് താഴെ ഇരിക്കുന്ന ക്യാമറമാൻ്റെ പുറത്തോടെയാണെന്നുള്ള കൂടെ ആലോചിക്കണം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു ഡയറക്ടറിൻ്റെ കാര്യമാണ്. ആ സിനിമയുടെ ഓരോ ഏരിയയും പല ലെയേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ലെയർ ഉണ്ട്, കോമഡിയുടെ ലെയർ ഉണ്ട്, ഞാനും ഇവനും തമ്മിലുള്ളൊരു പയ്യനും തമ്മിലുള്ള ഒരു ഉടക്കിൻ്റെ ഒരു ലെയർ ഉണ്ട്, പിന്നെ മ്യൂസിക്കിൻ്റെ ഒരു ലെയർ പുറത്തുകൂടെ പോകുന്നുണ്ട്, അമ്മ മകൻ റിലേഷൻഷിപ്പ് പോകുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഏതൊക്കെ എത്രയൊക്കെ അളവിൽ വേണം എന്ന് തീരുമാനിച്ച് കറക്റ്റായിട്ട് വെക്കാനുള്ള, അങ്ങനെയാണല്ലോ ഡയറക്ടറിൻ്റെ കഴിവിനെ നമ്മൾ അറിയുന്നത്. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് വർക്ക് ചെയ്തതിൽ. അതിരലിയും കരകവിയും പ്രവാഹമായി ഒഴുകുകയായി അമൃത നദി അനാദിയായി തണലായി ഞാനിതായി നീ വരാം വരാം വരാം. നോബി, ഇപ്പം കോമഡി തന്നെ കണ്ടൻറ്റ് ഒരുപാട് സ്ഥലത്ത് നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പം താങ്കൾ വന്ന ടെലിവിഷൻ ആയാലും ശരി, ഒന്നും വേണ്ട ട്രോളായാലും ശരി, പിന്നെ സിനിമകൾ, എങ്ങനെയാണ് പ്രേക്ഷകനെ ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമഡിയാണ്? കോമഡി ഇപ്പോൾ തന്നെ ഞാൻ ടെലിവിഷൻ രംഗത്തെ കാര്യം ഒരുപാട് സ്കിറ്റുകൾ ഒരു മനുഷ്യ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്കിറ്റുകൾ ചെയ്ത്, അപ്പോൾ അതിനുശേഷം സിനിമയിൽ അതെന്നാണ് സിനിമയിലേക്ക് അവസരം കിട്ടിയത്. അപ്പോൾ സിനിമയിൽ ചെയ്തപ്പോൾ അത്ര റിസ്ക് ഇല്ല. ഇവിടെ അവർ തരുന്നു, എന്നിട്ട് പിന്നെ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ സാധനം മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഡയറക്ടേഴ്സ്. ഇപ്പോൾ ജോണിൻ്റെ അടുത്താണെങ്കിൽ ചോദിക്കാം, ജോണിൻ്റെ അടുത്ത് അളിയാ കുഴപ്പമില്ലല്ലോ, അപ്പോൾ കുഴപ്പമില്ല, എന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോൾ ഈ തന്ന സ്വാതന്ത്ര്യത്തിൽ വേറെ വല്ലതും ചെയ്യുമ്പോൾ അത് ചളവളിയാതെ അപ്പം പിന്നെ അങ്ങ് മാറി പറയാനുള്ള സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമ്പോഴാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഞാൻ അളിയാ അത് കുഴപ്പമുണ്ടായിരുന്നു, കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. അപ്പോൾ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഫ്രീ ആക്കി വിട്ട് തന്നു. എന്നാൽ ചെറിയൊരു ചരട് വലിയ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ ഉണ്ട്. സുധീർ കരവന, ഞങ്ങളൊരു കോമ്പിനേഷനായിരുന്നു കുറേ സ്ഥലത്ത്. ടൊവി വരുന്നു, ടൊവി അതൊക്കെ ഇനി സിനിമ വരുമ്പോൾ കാണാം. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പണ്ടത്തെ സിനിമയെക്കാളും എളുപ്പമുണ്ട് ഇപ്പോഴത്തെ. ഇപ്പം ഈ സിറ്റുവേഷൻ മതി, സിറ്റുവേഷന് തന്നെ ടൊവിനോ വരുന്നൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സീക്വൻസിലൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കാരണം കുറച്ച് നേരം മുമ്പേ ടൊവിനോട് സംസാരിക്കുമ്പോൾ ടൊവിനോ പറഞ്ഞു, ഇതുപോലെ നമ്മൾ ടി വി ഒക്കെ കാണുകയാണെങ്കിൽ ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ചിന്ത വേറെ ആയിരിക്കും. അപ്പോൾ ആൾക്കാരെ ആ സ്ക്രീനിൽ തന്നെ പിടിച്ചു നിർത്താൻ വലിയ പാടാണ്. അത് കോമഡി ആയാലും ശരി, സീരിയസ് ആയാലും ശരി. ശരിക്കും ഈ കോമഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തമാശ പറഞ്ഞിട്ട് പ്രേക്ഷകർ ചിരിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നേരെ മറിച്ച് നമ്മളൊരു സെൻറ്റിമെൻ്റൽ ഡയലോഗ് അടിച്ചിട്ട് പ്രേക്ഷകർ കരഞ്ഞില്ലെങ്കിൽ വലിയ തട്ടുകടില്ലാതെ നമുക്ക് രക്ഷപ്പെട്ടു പോകാം.